ഒമാൻ, അബുദാബി, ദുബായ് ഭാഗത്തൊക്കെ ശക്തമായ മഴ കാരണം പല പ്രവാസികളുടെ റൂമിലോട്ടൊക്കെ വെള്ളം കയറി. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂട്ടത്തോടെ താമസിക്കുന്ന പ്രവാസികളുടെ റൂമിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് വളരെ പരിതാപകരമായിരുന്നു. എല്ലാം അലങ്കോലമായിട്ട് കിടപ്പിക്കാൻ. പ്രത്യേകിച്ച് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന മൾട്ടിപ്പിൾ കോഡ് വയറുകളിലൊക്കെ പോയിട്ടുണ്ടാവുക ഈ കാർപ്പറ്റിന്റെ താഴെ കൂടെ ആയിരിക്കും. അതൊന്നും നമ്മൾ എടുത്ത് മുകളിലേക്ക് വെച്ചില്ലെങ്കിൽ ആ വയറിന് വല്ല പൊട്ടോ ലീക്കോ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ അത് കറണ്ട് പാസ് ചെയ്യാനും വലിയ അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. വളരെ കെയർഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ അത് ഊരിടണ പിന്നി വെള്ളത്തിൽ താഴെ കുത്തി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ വിലപ്പെട്ട ഡോക്യുമെന്റുകൾ, പാസ്പോർട്ട്, ഐഡന്റി കാർഡുകൾ, ലേബർ കാർഡുകൾ, ബാങ്ക് കാർഡുകളൊക്കെ നമ്മൾ ഒരു കവറിൽ കെട്ടിയിട്ട് സുരക്ഷിതമായി മുകളിൽ ഏതെങ്കിലും ഭാഗത്ത് സുരക്ഷിതമായിട്ട് വെക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം, റൂമിൽ വെള്ളം കയറി നമ്മുടെ റൂമത്തെ ബാത്റൂം ഒരു 2 ഇഞ്ച് താഴോട്ടായിരിക്കും ബാത്റൂം ഒക്കെ കിടക്കുക. ആ ബാത്റൂമിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ബാത്റൂമിലെ വെള്ളം യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, സാധാ ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതീത്തെ വെള്ളം റൂമത്തെ വെള്ളം കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ റൂമത്തെ വെള്ളമൊക്കെ മലിനാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പകർച്ചവ്യാധികളും അസുഖങ്ങളും വരാനും സാധ്യതയുണ്ട്. അതും എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. ഒരാളുണ്ടാവില്ല, നമ്മളെ തടി നമ്മൾ തന്നെ നോക്കണം. പ്രവാസികളാണ്, ആ ബോധം വേണം. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ജാഗ്രത പാലിക്കുക. ഞാൻ നിൽക്കുന്നിടത്ത് മഴ ഉണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് തോന്നലുണ്ട്, ഇതൊക്കെ മഴ പെയ്തതാണ്. ഇപ്പൊ കുറച്ച് തോർത്ത്, ഞാൻ എൻ്റെ റൂം എന്ന് പറയുന്നത് കുറച്ച് ഉയരത്തിലായതുകൊണ്ട് എനിക്ക് വലിയ വിഷയമില്ല. പിന്നെ നമ്മൾ ഒറ്റക്കാണ് താമസിക്കുന്നത് റൂമിൽ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ എന്ന ലെവലിൽ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.